ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. സജി ജഗന്നാഥൻ്റെ കെട്ടുകൾ അഴിക്കുമ്പോൾ പെട്ടെന്ന് സജിയുടെ പോക്കറ്റിൽ നിന്നും ജഗന്നാഥൻ ആ തോക്കിങ്ങെടുക്കുവാണ്. എന്നിട്ട് അവനെ ഇങ്ങനെ തള്ളി മാറ്റിയിട്ട് അമ്മയും മോഹനെയും കൊല്ലും ഞാൻ എന്നും പറഞ്ഞ് ദീപകൻ്റെ കഴുത്തിന് അവൻ ആ തോക്ക് പിടിക്കുന്നുണ്ട്. മരിച്ചെന്നും അവൻ്റെ ബോഡി കൊണ്ടുപോയി കടലിൽ താക്കണമെന്നും എവിടെങ്കിലും കൊണ്ടുപോയി കത്തിക്കണമെന്നും ഒക്കെ പ്ലാൻ ഇട്ടുകൊണ്ടിരുന്നതാണ് അമ്മയും മോനും. പക്ഷേ ജഗന്നാഥൻ ഇങ്ങനെ ചെയ്യുമെന്ന് അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ അംബികയും ദീപക്കും ഇങ്ങനെ ഞെട്ടി വിറച്ച് നിൽക്കുവാണ്. അംബിക എന്നിട്ട് ഭയത്തോടെ ജഗന്നാഥനോട് പറയുന്നുണ്ട്, ജഗന്നാഥ വേണ്ട, അവനെ ഒന്നും ചെയ്യരുത്. ജഗന്നാഥൻ ദേഷ്യത്തോടെ ചോദിക്കുന്നു, എന്ത്, അവനെ ഒന്നും ചെയ്യരുതെന്നോ? നീ എന്നോട് ഇതുവരെയും കാണിച്ച ക്രൂരതയ്ക്ക് നിങ്ങളെ അമ്മയെ മോനെ ഞാൻ വെറുതെ വിടില്ല. നിന്റെ മുന്നിൽ കിടന്ന് തന്നെ നിന്റെ മകനായി ഇവൻ പിടഞ്ഞു മരിക്കണം, എന്നാലേ നീ പഠിക്കത്തുള്ളടി. ജഗന്നാഥ വേണ്ട, അവനെ വിട് എന്നൊക്കെ അംബിക വീണ്ടും പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. മിണ്ടരുതടി നീ, നിന്നെയും ഇവനെയും എനിക്ക് തീർത്തേ പറ്റൂ. പ്രതാപവർമ്മയ്ക്ക് സമാധാനത്തോടെ ജീവിക്കണമെങ്കിലേ നീയൊക്കെ ഇല്ലാതാകണം. അംബിക ജഗന്നാഥനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുവാണ്. ജഗന്നാഥ നിന്നോടാ പറഞ്ഞ അവനെ വിടാനാ എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അംബിക. ദീപക് പെട്ടെന്ന് ജഗന്നാഥനെ തള്ളി മാറ്റിയിട്ട് അയാളുടെ കയ്യിലിരിക്കുന്ന തോക്കിങ്ങനെ വലിച്ചു പറിച്ചിങ്ങ് മേടിച്ച് എന്നിട്ട് ജഗന്നാഥൻ്റെ നേരെ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, അങ്ങനെ അംബികയും മകനും ചാകില്ലടാ, നിന്നെ കത്തിച്ചിട്ടേ ഞങ്ങൾ ചാകൂ. അംബിക ദേഷ്യത്തോടെ ദീപക്കിനോട് പറയുന്നുണ്ട്, ഷൂട്ട് ചെയ്യടാ അവനെ, വിടരുത് അവനെ, ഷൂട്ട് ചെയ്യ്. ജഗന്നാഥനോട് ദീപക്കിനെ തള്ളി മാറ്റിയിട്ട് അവിടെ നിന്ന് ഓടുവാണ്. അംബികയാണെ അവിടെ കിടന്ന് വെപ്രാളം പിടിച്ചോണ്ട് ബഹളം വെക്കുക, എടാ വിടരുതവനെ, എടാ അവനെ പിടിക്ക്. ദീപക്കും ജഗന്നാഥനെ പിടിക്കാൻ വേണ്ടി അവൻ്റെ പുറകിന് ഓടുവാണ്. നിക്കടാ നിക്കടാന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് ഓടുന്നത്. ജഗന്നാഥൻ അങ്ങനെ ആ രാത്രി ജീവൻ കയ്യിൽ പിടിച്ചോണ്ട് ഓടുവാണ്. അംബികയും ദീപക്കും പുറകിന് തന്നെ ഉണ്ട്. പിടിക്കടാ പിടിക്കടാ എന്നും പറഞ്ഞാണ് അംബിക ഓടുന്നത്. അങ്ങനെ അംബിക ഓടി തളർന്നു നിൽക്കുമ്പോൾ ദീപക് അടുത്തോട്ട് ചെന്നിട്ട് ചോദിക്കുന്നു, അമ്മേ അമ്മേ അമ്മയ്ക്ക് എന്ത് പറ്റി? എടാ മോനെ നീ ചെല്ല്, അമ്മയ്ക്കിനി വയ്യ, ഞാനിവിടെ നിൽക്കാം, മോൻ പോയിട്ട് വാ, നീ അവനെ വിടരുത്, അവനെ പിടിക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടോണ്ട് ദീപക് ആ തോക്കും പിടിച്ചോണ്ട് ഓടുവാണ് ജഗന്നാഥൻ്റെ പിന്നാലെ. അങ്ങനെ ജഗന്നാഥൻ റെയിൽവേ പാളത്തിൻ്റെ അടുത്തോട്ട് ഓടുകയാണ്. പെട്ടെന്ന് ദീപക് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ദീപക് അങ്ങനെ ജഗന്നാഥൻ്റെ കാലിലോട്ടാണ് വെടിവെച്ചിരിക്കുന്നത്. വേദന സഹിച്ചുകൊണ്ട് ജഗന്നാഥൻ അങ്ങനെ മുന്നോട്ട് ഓടുവാണ്. ആ സമയം ഒരു ട്രെയിൻ വരുന്നുണ്ട്. ആ ട്രെയിൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ജഗന്നാഥൻ എങ്ങോട്ടാണ് പോയതെന്ന് ദീപക്കിന് അറിയില്ല. അങ്ങനെ ദീപക് ആ ട്രെയിൻ പോയതിന് ശേഷം അവിടെയൊക്കെ ഇങ്ങനെ ടെൻഷനോടുകൂടി ജഗന്നാഥനെ നോക്കുവാണ്. എന്നാൽ ജഗന്നാഥനെ അവിടെ എങ്ങും കാണുന്നില്ല. അപ്പോഴേക്കും അംബികയും സജിയും കൂടെ അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. അംബിക ദീപക്കിനോട് ചോദിക്കുന്നത്, എടാ എവിടെടാ അവൻ, നീ പിടിച്ചോ? അമ്മേ ഞാൻ ഷൂട്ട് ചെയ്ത്. പക്ഷേ ആ ട്രെയിൻ വന്നപ്പോഴേക്കും അയാൾ മിസ്സായിപ്പോയി. ദീപക് ഇങ്ങനെ പറഞ്ഞത് കേട്ട് അംബികയ്ക്ക് ദേഷ്യവും ടെൻഷനും കൂടി. പെട്ടെന്ന് സജിയോട് പറഞ്ഞു, എടാ നീ പോയി അവിടൊക്കെ നോക്കടാ അയാളെ. അങ്ങനെ അംബികയുടെ ഗുണ്ട സജി ജഗന്നാഥനെ തിരക്കി അങ്ങോട്ടൊക്കെ ഓടുവാണ്. ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ അംബിക, വാടാ ഇങ്ങോട്ട് എന്നും പറഞ്ഞ് ദീപക്കിൻ്റെ കൈക്കും പിടിച്ചോണ്ട് പോരുവാണ്. അങ്ങനെ അംബികയും മോനും കൂടെ വീട്ടിൽ വന്ന് കോളിംഗ് ബെല്ലടിക്കുവാണ്. എന്നിട്ട് അംബിക പറയുക, അരമനവാതിലൊക്കെ പൂട്ടി തമ്പുരാനും തമ്പുരാട്ടിയൊക്കെ ഉറക്കമായി കാണും, ഇനിയും കോളിംഗ് ബെല്ലടിച്ച് അവരെ വിളിച്ചുണർത്തണം, അങ്ങനെ ഉറങ്ങാൻ പാടില്ലല്ലോ. വീണ്ടും കോളിംഗ് ബെല്ലടിക്കുവാണ് അംബിക. അപ്പോൾ ശേഖരൻ വന്ന വാതിൽ തുറന്നിട്ട് ചോദിക്കുന്നു, അല്ല നിങ്ങൾ ഈ അമ്മയും മോനോട് ഈ പാതിരാത്രിക്ക് എവിടെ പോയിട്ട് വരുക? അംബികയ്ക്ക് ആ ചോദ്യം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അംബിക പറയുക, അപ്പോൾ പോകേണ്ട കാര്യത്തിന് പോകാതിരിക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴേ പറഞ്ഞിട്ട് പോകണം എന്ന് ശേഖരനും പറയുന്നുണ്ട്. അംബികയ്ക്ക് അത് തീരെ സൂഹിക്കാത്ത രീതിക്ക് നീ ഇങ്ങോട്ട് വാടാ എന്നും പറഞ്ഞ് ദീപക്കിനെ വിളിച്ചുകൊണ്ട് അംബിക മുകളിലോട്ട് കയറി പോവുകയാണ്. സംശയത്തോട് ശേഖരൻ അവരെ രണ്ടുപേരെയും നോക്കുന്നുണ്ട്. എന്തോ പന്തികേടുണ്ടല്ലോ ഈ പോക്കിനകത്ത്. ശേഖരൻ എന്നിട്ട് ചോദിക്കുന്നു, ഇതെന്താ ഇവൻ്റെ ഷർട്ടയിലൊക്കെ ഇങ്ങനെ? ദീപക്കപ്പം ടെൻഷനോടുകൂടി ആ ഗണ്ണ് മറച്ചിട്ട് ഷർട്ടൊക്കെ എങ്ങനെ പിടിച്ച് നേരെയാക്കുന്നുണ്ട്. അംബിക ഇത് അവിടെ നിന്നുകൊണ്ട് നോക്കുന്നുണ്ട്. ദൈവമേ, ഗണ്ണാണല്ലോ അവൻ്റെ കയ്യിലിരിക്കുന്നത്, ഇത് ശേഖരനെങ്ങാണോ ഇനി കണ്ടുപിടിക്കുവോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ച് ടെൻഷനോടെ നിൽക്കുവാണ് അംബിക. ശേഖരൻ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു, ഇതെന്താ രണ്ടുപേർക്കും പറ്റിയത്? രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ലല്ലോ, എന്തോ ഒരു പന്തികേട് മണക്കുന്നുണ്ടല്ലോ, ഇതെന്താ ഇവൻ്റെ ഉടുപ്പിൽ? അത് കേട്ടിട്ട് അംബിക ചോദിക്കുക, ഇതെന്താ ക്രൈം ഇൻവെസ്റ്റിഗേഷനാണോ? അല്ല, നീ ആരാ എന്നെ ചോദ്യം ചെയ്യാൻ? ദേ നീ എൻ്റെ ഇളയവനാ, പറഞ്ഞില്ലെന്ന് വേണ്ട, മര്യാദയ്ക്ക് നടന്നോണം. നീ വാടാ ദീപക്കെ എന്നും പറഞ്ഞ് ദീപക്കനെയും കൂട്ടിക്കൊണ്ട് അകത്തോട്ട് പോവുകയാണ് അംബിക. ഈ രാത്രിയിൽ ഈ അമ്മയും മകനും എവിടെ പോയതാ? ഇവരുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ പന്തികേടുണ്ടല്ലോ എന്നൊക്കെയുള്ള സംശയത്തോടെ നമ്മുടെ ശേഖരൻ അങ്ങനെ നിൽക്കുവാണ്. ഈ സമയം കാലിന് വെടിയേറ്റ ജഗന്നാഥൻ വേദന സഹിക്കാതെ ഇങ്ങനെ ഓടുവാണ്. പക്ഷെ ജഗന്നാഥൻ ഇനി മുന്നോട്ട് ഒരടി നടക്കാൻ പോലും വയ്യാത്ത സ്ഥിതിയായി. എന്നിട്ട് ജഗന്നാഥൻ അവിടെ അങ്ങ് ഇരിക്കുകയാണ്.
രാവിലെ പ്രിയ എഴുന്നേറ്റിട്ട് പറയുന്നു അച്ഛനും രാജുവും ഒക്കെ എഴുന്നേറ്റിട്ടുണ്ട്. ജയേട്ടനാണെങ്കിൽ പുറത്തോട്ടും പോയി. ഋതിയ കാപ്പി കൊണ്ട് കൊടുക്കെല്ലാവർക്കും. അങ്ങനെ ഋതിയ കോഫിയും കൊണ്ട് രാധമ്മയ്ക്ക് കൊടുക്കാൻ ചെല്ലുമ്പോൾ പറയുന്നു ആ കൊച്ചമണിക്ക് ഇപ്പം ചായയും കോഫിയും ഒന്നും വേണ്ട. പ്രിയ അപ്പോൾ പറയുക അവരിപ്പോൾ മുടിഞ്ഞ ഭക്തിയാ. അവിടെ നിന്ന് രാമായണം വായിക്കുന്ന കേട്ടില്ലേ, ഇനി അതൊക്കെ കഴിഞ്ഞ പച്ചവെള്ളം പോലും കുടിക്കൂ. കൊച്ചമ്മണി ഇങ്ങനെ രാമായണം വായിക്കുന്നത് കേട്ട് നമ്മുടെ വേണുവേട്ടൻ ഇങ്ങനെ പുഞ്ചിരിച്ചവിടെ നിൽക്കുവാണ്. അത് കണ്ടോണ്ട് രാജു അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു എന്താച്ചാ അവർ രാമായണം വായിക്കുന്നത് കണ്ടോ? അപ്പോൾ രാജു അത് ശ്രദ്ധിച്ചിട്ട് ആ വായിക്കുന്നതിനകത്തെ തെറ്റുകളെല്ലാം പറഞ്ഞു കൊടുത്ത് തിരുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൊച്ചമ്മണി പറയുന്നു ഇതിൻ്റെ അർത്ഥമൊക്കെ നോക്കി വായിച്ചിട്ട് ഞാനിനി സ്വർഗത്തിലേക്ക് പോകൂ. ആ സമയം രാധമ്മയുടെ ഫോൺ റിങ് ആകുന്നുണ്ട്. വേണുവേട്ടൻ പറയുന്നു എടി രാധേ നിന്റെ ഫോണാണല്ലോ കിടന്നടിക്കുന്നത്. രാധമ്മയെ അവിടെങ്ങും കാണാത്തോണ്ട് രാജു അമ്മേന്നിങ്ങനെ ഉറക്കെ വിളിക്കുന്നുണ്ട്. എവിടെയാ അവള് കണ്ടില്ലല്ലോ, ഫോൺ അടിക്കുന്നല്ലോ എന്നിങ്ങനെ വേണുവേട്ടൻ പറയുമ്പോൾ രാധമ്മ വന്ന ഫോൺ എടുത്ത് സംസാരിക്കുവാണ്. അത് ശ്രീലക്ഷ്മിയുടെ ഫോണായിരുന്നു. രാധമ്മ ചോദിക്കുന്നു എന്താ മോളെ എന്തെങ്കിലും അവിടെ വിശേഷമുണ്ടോ? അപ്പോൾ ശ്രീലക്ഷ്മി പറയുക അമ്മേ ഞാൻ വെറുതെ വിളിച്ചതാ. അപ്പോൾ രാധമ്മ ചോദിക്കുന്നു ഹരീഷ് എവിടെ? ഹരീഷ് ജോലിക്ക് പോയമ്മേ. അപ്പോൾ മോളിപ്പോൾ ഒറ്റയ്ക്കാണോ? അതേ അമ്മേ, ഇത്രയും നേരം ലത ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ശ്രീലക്ഷ്മി പറയുന്നു അമ്മേ ഞാനിപ്പോൾ അമ്മയെ വിളിച്ചതേ എനിക്കൊരാഗ്രഹം. രാധമ്മ സന്തോഷത്തോടെ പറയുന്നു ആഗ്രഹമോ? പറഞ്ഞോ മോളെ, ഈ സമയത്ത് അങ്ങനെ പല പല ആഗ്രഹങ്ങളും ഉണ്ടാവും. അപ്പോൾ ശ്രീലക്ഷ്മി പറയുന്നു അമ്മ എനിക്ക് ഉണ്ണിയപ്പം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. രാധമ്മ ചോദിക്കുന്നു ഉണ്ണിയപ്പോ? അതിനെന്താ മോളെ, അമ്മ ഉടനെ ഉണ്ടാക്കി കൊടുത്ത് അവിടെ വിടാമല്ലോ. അപ്പോഴെന്നാ മോള് പെട്ടെന്ന് ഫോൺ വൈ എന്നും പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്യുവാണ്. എന്നിട്ട് രാധമ്മ രാജുവിനോട് പറയാ രാജു ശ്രീമോൾക്ക് ഉണ്ണിയപ്പം കഴിക്കണമെന്നൊരാഗ്രഹം ഞാൻ ഉണ്ടാക്കി തന്നാലേ നിനക്കത് അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ രാജു പറഞ്ഞു അയ്യോ അമ്മേ എനിക്കിന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇന്ന് ഓഫീസിൽ എനിക്ക് ഒരുപാട് ജോലിയുള്ളതാ. അത് കേട്ടിട്ട് നമ്മുടെ വേണുവേട്ടൻ പറഞ്ഞു എടി അവന് ജോലി തിരക്കുണ്ടെങ്കിൽ അവൻ ഓഫീസിൽ പോയിക്കോട്ടെ, നീ ഉണ്ടാക്ക്, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. അങ്ങനെ രാജു അവിടെ നിന്ന് പോകുമ്പോൾ ഋതികയും രാധമ്മയും അകത്തോട്ട് കയറി പോകുന്നുണ്ട്. അപ്പോൾ കൊച്ചമ്മണി പറയാ ഈ ഗർഭസ്ഥാവസ്ഥയിൽ ഉണ്ടാകുന്നതിന് വാക്കൂണെന്ന് പറയും. അയ്യോ അതെന്തു കൂണാ എന്നിങ്ങനെ വേണുവേട്ടൻ ചോദിക്കുമ്പോൾ കൊച്ചമ്മണി തിരുത്തി പറയുമെന്ന് വാക്കൂണ്. ഞാനേ ജയനെ ഗർഭിണിയായിട്ടിരിക്കുമ്പോഴേ എനിക്ക് ഗുബൂസും ഗിരിരാജൻ കോഴിയിറച്ചിയും വേണമായിരുന്നു. അപ്പോൾ വേണുവേട്ടൻ ചിരിച്ചുകൊണ്ട് പറയാ നിങ്ങൾക്കല്ലെങ്കിൽ വിചിത്രമായ ആഗ്രഹങ്ങളാണല്ലോ, അതുകൊണ്ടായിരിക്കും ഇപ്പം നിങ്ങൾ ഗിരിരാജൻ കോഴിയെ പോലെ നടക്കുന്നത്. പക്ഷെ അങ്ങേര് എൻ്റെ ഭർത്താവുണ്ടല്ലോ എവിടൊക്കെ ഓടി നടന്ന് കൊണ്ട് തന്നെനിക്ക്. അത് ശരിയാ, അയാൾ കൊണ്ടു തന്നില്ലെങ്കിൽ നിങ്ങൾ അയാളെ പിടിച്ച് വിടുങ്ങുമെന്ന് അയാൾക്കറിയാം. ഓ ഈ അച്ഛൻ്റെ ഒരു കാര്യം എന്നൊക്കെ കൊച്ചമണി പറയുന്നുണ്ട്. അപ്പോൾ പ്രിയ രാധമ്മയുടെ അടുത്തോട്ട് വന്നിട്ട് ചോദിക്കുന്നു അമ്മ ഇപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവാണോ? അതെ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ പ്രിയ പറയുന്നു എന്നാൽ ഞാനും കൂടെ സഹായിക്കാം അമ്മേ. വേണ്ട നീ സഹായിക്കേണ്ട, അവളെന്ത് ചെയ്യാ ഋതിയ വന്ന് പണിയെടുക്കാൻ പറ. രാധമ്മ അങ്ങനെ പറഞ്ഞത് കേട്ട് പ്രിയ ഒച്ചത്തിൽ തന്നെ ഋതിയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഋതിയ അത് കേട്ടോണ്ട് എന്താ പ്രിയേച്ചിന്ന് ചോദിച്ചുകൊണ്ട് വരികയാണ്. അതേ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അമ്മയെ സഹായിക്കാൻ വിളിച്ചതാ. അങ്ങനെ ഋതിയോട് പറഞ്ഞിട്ട് പ്രിയ പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അപ്പോൾ രാധമ്മ ഋതികയും കൂടെ മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു അവൾ വേറെ ഒട്ടിച്ചേർന്ന് വന്നതാ, ഞാൻ അവളെ ഓടിച്ചു വിട്ടതാ, മോളിങ്ങോട്ട് വാ എന്നും പറഞ്ഞ് ഋതിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് രാധമ്മ. രാവിലെ ശേഖരൻ എഴുന്നേറ്റിട്ട് യാമിനിയോട് ചോദിക്കുന്നത് ചേച്ചി ഇങ്ങോട്ടെങ്ങാണ് എഴുന്നേറ്റ് വന്നായിരുന്നോ? അപ്പോൾ യാമിനി പറയുന്നു ഇങ്ങോട്ടെങ്ങും വന്നില്ല ശേഖരേട്ടാ, ഞാൻ ബെഡ് കാഫി ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തു. യാമിനി അപ്പോൾ ചേച്ചിയെ ശ്രദ്ധിച്ചായിരുന്നു. ശ്രദ്ധിച്ചു ശേഖരേട്ടാ, പക്ഷെ എന്തോ വലിയൊരു ടെൻഷൻ ഉള്ളതുപോലെ തോന്നുന്നു. അത് ടെൻഷനൊക്കെ ഉണ്ടാകും, അമ്മയും മകനും കൂടെ എന്തോ അന്തർനാടകമൊക്കെ കളിക്കുന്നുണ്ട്, അതെന്താണെന്നൊട്ട് അറിയുന്നതുമില്ല. ഇന്നലെ ഞാനും ചേച്ചിയും കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉരസിയിരുന്നു. യാമിനി പറയാ ഞാൻ കാണാൻ തുടങ്ങിയ കാലം തൊട്ടേ ചേച്ചിക്ക് ഒരുപാട് രഹസ്യങ്ങളാണ്, എന്തൊക്കെയോ അമ്മയും മകനും കൂടി വലിയ വലിയ രഹസ്യങ്ങൾ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ യാമിനി പറയുക ആ ദീപക്ക് അവൻ്റെ ഭാര്യയും കുഞ്ഞിനെ എവിടെ കൊണ്ട് കളഞ്ഞോ എന്തോ, ഇനി ഈ അമ്മയും മകനും കൂടെ ചേർന്ന് അവരെ കൊന്നു കളഞ്ഞോ? അപ്പോൾ ശേഖരൻ പറയുന്നുണ്ട് ആ അമ്മയും മകനെ ഏതോ ഹോസ്റ്റലിൽ കൊണ്ട് വെച്ചിരിക്കുവാണെന്നാ പറഞ്ഞ. ആർക്കറിയാം, ഇനി കൊണ്ടുപോയി കൊല്ലാനും മടിക്കത്തില്ല ഈ രണ്ടെണ്ണവും. അപ്പോൾ ആ സമയത്ത് രാജു അങ്ങോട്ട് വരുന്നുണ്ട്. ശേഖരൻ ചിരിച്ചോണ്ട് പറയുന്നു ചേട്ടൻ്റെ PA ആയതുകൊണ്ട് മരുമകനെ ശരിക്കും ഒന്ന് സ്നേഹിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോൾ യാമിനി ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ മോളോ, അവൾക്ക് സുഖമല്ലേ രാജു? ഒരു കുഴപ്പമില്ല മാഡം, സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം ലേശം അടുക്കളപ്പണിയുടെ അസുഖം തുടങ്ങിയിട്ടുണ്ട്, അത്രയേ ഉള്ളു എന്നിങ്ങനെ പറയുമ്പോൾ ശേഖരനെ യാമിനിയും ചിരിക്കുവാണ്. അപ്പോൾ പ്രതാപൻ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നത് എന്താ എല്ലാവരും ചിരിക്കുന്നത്?
തമാശ വല്ലതുമാണോ? അപ്പോൾ ശേഖരൻ പറയുന്നു, ഒന്നുമില്ല ഏട്ടാ, ഋതുമോളെക്കുറിച്ച് പറയുമായിരുന്നു. ഋതുമോളിപ്പോൾ അവിടെ അടുക്കളപ്പണിയൊക്കെ തുടങ്ങിയെന്ന്. അത് കേട്ടപ്പോഴങ്ങ് ചിരിച്ചു പോയതാ ചേട്ടാ. അതിനെന്താ, അത് നല്ല കാര്യമല്ലേ? അതൊന്നും ചെയ്ത് ശീലമില്ലല്ലോ, അപ്പോൾ അതൊക്കെ ചെയ്ത് പഠിക്കട്ടെ. അങ്ങനെ ഇവിടെ വരുമ്പോൾ വായ്ക്ക് രുചിയായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാമല്ലോ. പെട്ടെന്ന് പ്രതാപൻ രാജുവിനോട് പറയുന്നു, രാജു വാ, ഇന്ന് നമുക്ക് ഒരുപാട് യാത്ര ചെയ്യാനുള്ളതാ. അങ്ങനെ രാജുവും പ്രതാപനും കൂടെ പോകാനൊരുങ്ങുമ്പോൾ അവിടേക്ക് ദീപക്ക് ടെൻഷനോടുകൂടി ഓടി വരുവാണ്. അവൻ്റെ വരവ് കണ്ട് എല്ലാവരും സംശയത്തോടെ അവനെ ഇങ്ങനെ നോക്കുവാണ്. പ്രതാപൻ ദീപക്കിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇങ്ങനെ പാഞ്ഞു വരുന്നത്? ആരെയാ വെടിവെച്ചതുപോലെ ഉണ്ടല്ലോ ഇവൻ്റെ പാഞ്ഞു വരവ് കണ്ടാൽ എന്നിങ്ങനെ ശേഖരനും പറയുന്നുണ്ട്. ആർക്കോ വായു ഗുളിക വാങ്ങിക്കാൻ പോയതാണെന്നാണ് തോന്നുന്നത്. പ്രതാപൻ ദീപക്കിനോട് ചോദിക്കുന്നു, നീ രാവിലെ എവിടെ പോയിട്ട് വന്നതാടാ? അത് കേട്ടിട്ട് ഉടനെ ദീപക്ക് പറയുക, ഞാൻ രാവിലെ ജിമ്മിൽ പോയിട്ട് വരുവാ. അത് കേട്ട് മൂളിക്കൊണ്ട് പ്രതാപനും രാജു അങ്ങ് പോവുകയാണ്. ശേഖരനാണെങ്കിൽ യാമിനെയും വിളിച്ചുകൊണ്ട് അങ്ങ് പോകുന്നുണ്ട്. ദീപക് എന്നിട്ട് ഓടിച്ചെന്നിട്ട് അമ്പിയോട് പറയുക, പട്ടിയെ ആട്ടുന്ന പോലെയാണ് അമ്മയുടെ ആങ്ങളമാർ രണ്ടുപേരും എന്നോട് സംസാരിക്കുന്നത്. അതിനെന്താ മോനെ, നീ വിഷമിക്കേണ്ട, രണ്ടിനും ഞാൻ ഒതുക്കുന്നുണ്ട്. ഒരു ദുർമരണം, അതൊക്കെ പോട്ടെ, നീ പോയ കാര്യം എന്തായി? ജഗന്നാഥനെ കണ്ടോ? ഇല്ലമ്മേ, കണ്ടില്ല. തിരക്കാവുന്ന സ്ഥലത്തൊക്കെ ഞാൻ തിരക്കി, എങ്ങോട്ട് പോയെന്ന് ഒരറിവുമില്ല. അംബികയെ പറയുക, ആകെ കുഴപ്പമായല്ലോടാ മോനെ. അവനെ അങ്ങനെ വിടുന്നത് നമുക്ക് വലിയ ആപത്താ. അതുകൊണ്ട് അവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അംബികയുടെ ഫോണിലോട്ട് രുക്മിണി വിളിക്കുന്നുണ്ട്. അംബികയ്ക്കാണെങ്കിൽ ആ സമയത്ത് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇവർക്കിത് എന്തിൻ്റെ കേടാ എന്നും പറഞ്ഞ് ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. രുക്മിണി എന്നിട്ട് അംബികയോട് ചോദിക്കുക, അംബികയെ, ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുക, ഞാൻ എന്താ ചെയ്യേണ്ടത്? അതേ രുക്മിണി, ഞാനിപ്പോൾ കുറച്ച് തിരക്കില്ല. അതുകൊണ്ട് രുക്മിണി എന്താണെന്ന് വെച്ചാൽ അതുപോലൊക്കെ അങ്ങ് ചെയ്. സമയം വൈകും തോറും കുട്ടി വളരും, പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റില്ല. വേഗം നിങ്ങളുടെ മരുമോക്ക് എന്തെങ്കിലുമൊക്കെ കലക്കി കൊടുത്തിട്ട് ആ കൊച്ചിനെ അങ്ങ് ഇല്ലാതാക്കാൻ നോക്ക്. മരുന്നൊക്കെ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട് അംബികയെ, പക്ഷെ അതെങ്ങനെ കൊണ്ട് കൊടുക്കും? അതിനെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ അംബിക പറയുക, കുരുട്ടുബുദ്ധിക്കും കുതന്ത്രങ്ങൾക്കുമേ ഡോക്ടറേറ്റ് കിട്ടിയ ആളല്ലേ രുക്മിണി. അപ്പോൾ ഏതെങ്കിലും വഴിയിലൂടെ ആ വിഷം അവളുടെ വയറ്റിലങ്ങ് ആക്കാൻ നോക്ക്. അങ്ങനെ പറഞ്ഞിട്ട് അംബിക ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അംബിക ദീപക്കിനോട് പറയാം, ഇവിടെ നമ്മൾ തീ പിടിച്ച് നിൽക്കുമ്പോഴാണ് അവിടെ ഒരു ഗർഭ കേസ്. ദീപക്ക, നീ പോയി ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലൊക്കെ നോക്ക്, ചിലപ്പോൾ അവൻ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണും. അമ്മ പറഞ്ഞത് ശരിയാ, എന്നാൽ ഞാൻ ആ വഴിക്കൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ദീപക് അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം കൊച്ചമ്മണിയാണെങ്കിൽ രാമായണത്തിൽ നോക്കിക്കൊണ്ട് എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ആയുസ്സിൽ ഒരു നോട്ടീസ് പോലും വായിച്ചിട്ടില്ലാത്തവളാണ്, എന്നിട്ടായി കടിച്ചാൽ പൊട്ടാത്ത ഈ പുരാണം. ഇതിലും വല്ലത് അവൾക്ക് എന്നെ അങ്ങ് തൂക്കിക്കൊന്നാ മതിയായിരുന്നല്ലോ. എന്നാലും ഒരു ഒടുക്കത്തെ ശിക്ഷയായിപ്പോയി. അപ്പോൾ വേണുവേട്ടൻ വന്ന് ചോദിക്കുക, അല്ല നിങ്ങൾക്കിത് എന്ത് പറ്റി? നിങ്ങൾ എന്തിനിങ്ങനെ അസ്വസ്ഥയാകുന്നത്? ഇത് വായിച്ചിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല അച്ഛാ. ദ്രിബൻ ഗൃബൻ എന്നൊക്കെയാ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്, ഒന്നും ഒട്ട് മനസ്സിലാകുന്നുമില്ല. അപ്പോൾ വേണുവേട്ടൻ പറയാം, നിങ്ങൾ എന്തിനാ വേണ്ടാത്ത പണിക്കൊക്കെ പോകുന്നത്? ഇതൊക്കെ വിശുദ്ധിയുള്ളവരും ജ്ഞാനിയുള്ളവരും പഠിക്കുന്ന പുസ്തകമാണ്. നിങ്ങളിതൊന്നും തൊട്ടു പോകരുത്, അതാ നിങ്ങൾക്ക് നല്ലത്. അപ്പോഴാ സമയത്ത് രുക്മിണി അങ്ങോട്ട് വരുന്നുണ്ട്. രുക്മിണി ചോദിക്കുക, എന്താ തട്ടുപ്പുറത്തമ്മയും വേണുവേട്ടനും എന്തൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ? കൊച്ചമ്മണി പറയാ, തട്ടുപ്പുറത്തമ്മയല്ല, ഞാനേ മുണ്ടക്കലമ്മയാണ്. അയ്യോ സോറി മുണ്ടക്കലമ്മേ എന്നിങ്ങനെ രുക്മിണി തിരുത്തി പറയുന്നുണ്ട്. അപ്പോൾ വേണുവേട്ടൻ പറയാ, ഇവരേത് സമയത്ത് ഇപ്പോൾ ഭക്തിമാർഗവാ, വേണ്ട ഇങ്ങനെയുള്ള പുസ്തകങ്ങളാണ് വായിക്കുന്നത്, എന്നാലേ ഇവർക്ക് സമാധാനം കിട്ടത്തുള്ളെന്നൊക്കെയാ പറയുന്നത്. ആണോ മുണ്ടക്കലമ്മേ, അതൊക്കെ നല്ല കാര്യമാണല്ലോ എന്നിങ്ങനെ രുക്മിണി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രാധമ്മയും പ്രിയയൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ കൊച്ചമ്മണി രുക്മിണിയോട് പറയാ, അതേ രുക്മിണി, ഇവരെ ശ്രീമോൾക്കുള്ള പലഹാരം ഉണ്ടാക്കുക. അവൾക്ക് ഉണ്ണിയപ്പം തിന്നാൻ കൊതിയാ, അപ്പോൾ അതുകൊണ്ട് ഇവർ ഉണ്ണിയപ്പം ഉണ്ടാക്കുക. അത് കേട്ടത് രുക്മിണിക്ക് വലിയ സന്തോഷമായി. വിഷം എൻ്റെ കയ്യിലുണ്ട്, അപ്പോഴാ വിഷം ആ മാവിലോട്ട് കലക്കി കൊടുക്കാം. അങ്ങനെ ആ വക്രബുദ്ധിയും കൊണ്ട് രുക്മിണി പറയുന്നു, ഞാൻ രാധമ്മയെ ഒന്ന് കണ്ടിട്ട് വരട്ടെന്ന് പറഞ്ഞ് അകത്തോട്ട് കയറി പോവുകയാണ്. അപ്പോൾ രാധമ്മയും മൃദുവും കൂടെ ഉണ്ണിയപ്പമൊക്കെ ഇങ്ങനെ വാഴയിലോട്ട് പെറുക്കി അടുക്കി വെക്കുന്നുണ്ട്. പ്രിയ വന്നിട്ട് ഒരു ഉണ്ണിയപ്പം എടുക്കുമ്പോൾ രാധമ്മ പറയുന്നത്, വെക്കടി അവിടെ, ഇങ്ങനെ ഒരു കൊതിച്ച് എന്നിങ്ങനെ പറയുമ്പോൾ രുക്മിണി അങ്ങോട്ട് രാധമ്മയെന്ന് വിളിച്ചുകൊണ്ട് വരുവാണ്. എന്നിട്ട് എല്ലാവരും നോക്കി വളരെ സന്തോഷത്തോടെ പുഞ്ചിരിയൊക്കെ അഭിനയിക്കുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ പറയുന്നത്, ഈ വിഷം ഇപ്പോൾ ഇതിൽ കലർത്തിയാൽ
ഈ പേരുദോഷം ഈ ഋതികയുടെ പിടലിക്ക് തന്നെ വന്ന് വീഴും. അതോടെ രാജി ഇവളെ അടിച്ച് പുറത്താക്കുകയും ചെയ്യും. ഇത് നല്ല ഒന്നാന്തരം ഐഡിയ എന്നിങ്ങനെ രുക്മിണി ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രാധമ്മ ചോദിക്കുന്നത്, എന്താ രുക്മിണി ആലോചിക്കുന്നത്? ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പ്രിയയും ഋതുവിനെ നോക്കി ചിരിക്കുന്നുണ്ട്. എന്നിട്ട് രുക്മിണി മനസ്സിൽ പറഞ്ഞ്, ചേടാ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞല്ലോ, എങ്ങനെ ഇനി ഇതിലോട്ട് വിഷം കലർത്തുന്നത്? ഇനി അഥവാ ചെയ്യണമെങ്കിൽ 3 പേരുടെയും കണ്ണ് വെട്ടിച്ച് വേണം ചെയ്യാൻ. അതെങ്ങനെ സാധിക്കും? രാധമ്മ പെട്ടെന്ന് ഉണ്ണിയപ്പം എടുത്ത് രുക്മിണിക്ക് വെച്ച് നീട്ടിയിട്ട് പറയുന്നു, രുക്മിണി ഇതൊന്ന് കഴിച്ചു നോക്ക്, എന്നിട്ട് പറ. അപ്പോൾ രുക്മിണി പറയാ, രാധമ്മ ഉണ്ടാക്കുന്ന പലഹാരത്തിന് അഭിപ്രായം പറയാൻ ഞാനാരാ, ഇത് സൂപ്പർ തന്നെ ആയിരിക്കും എന്ന് പറയുമ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട്. രുക്മിണി അപ്പം മനസ്സിൽ പറയുന്നുണ്ട്, ഞാനീ കൊണ്ടുവന്നത് ഇതിനകത്തോട്ട് കലർത്തും, പരിപാടിയൊന്നും നടക്കുന്ന ലക്ഷണമില്ലല്ലോ. എന്നിട്ട് രുക്മിണി രാധമ്മയോട് ചോദിക്കുന്നു, അല്ല രാധമ്മേ, അവൾക്ക് ഈ അമ്മായിയമ്മയുടെ പലഹാരം ഒന്നും വേണ്ടായോ? അത് രുക്മിണി ചോദിക്കാത്തത് കൊണ്ടല്ലേ. അതെന്തായാലും രുക്മിണി പറഞ്ഞ് ശരിയാ. എൻ്റെ മോനെ ഏതായാലും തിരിച്ചു വിളിക്കാൻ ശ്രമിച്ച് അത് പരാജയപ്പെടുകയും ചെയ്തു. അതെങ്ങനെയാ, അവനൊന്ന് മയപ്പെടണ്ടേ? അത് അവനെ സ്നേഹിച്ച് വിളിച്ചാൽ മതി രുക്മിണി. അങ്ങനെ അവർ 2 പേരോട് ഇഞ്ഞ് പോരും. അപ്പോൾ രുക്മിണി മനസ്സിൽ പറയാ, അങ്ങനെ 2 പേരും കൂടെ വരണ്ട, എൻ്റെ മോൻ മാത്രം വന്നാൽ മതി. എന്നാൽ നിങ്ങളെല്ലാവരും ഓരോന്ന് ചെയ്യും, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. അപ്പോൾ പ്രിയ പറയുന്നു, രുക്മിണി ആൻറ്റിക്ക് ഉണ്ണിയപ്പം തന്ന് വിടട്ടെ, അപ്പോൾ രമ്യയ്ക്ക് കൊടുക്കാമല്ലോ. അയ്യോ അതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് രുക്മിണി അവിടുന്ന് പോവുകയാണ്. രുക്മിണി അങ്ങനെ മനസ്സിൽ ആലോചിക്കുവാണ്, എങ്ങനെയാണ് ശ്രീയുടെ വയറ്റിലുള്ള എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കേണ്ടത്? ഇനി പോയിഷൻ നേരെ അങ്ങ് ഇഞ്ചെക്റ്റ് ചെയ്താൽ മതിയോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് രുക്മിണി ഇങ്ങനെ ചുറ്റും നോക്കിയിട്ട് ഹരീഷിനെ ഫോണിൽ വിളിക്കുവാണ്. ഹരീഷ് അങ്ങനെ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് ചോദിക്കുന്ന, എന്താ അമ്മയെന്ന്. അത് മോനെ, ഞാൻ രാജുവും കൂട്ടരും വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് പോയിരുന്നു. എന്നിട്ട് എന്താ അവിടെ? അപ്പോൾ രുക്മിണി പറയാ, അവിടെ മന്ത്രിയുടെ മോളെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ശ്രീലക്ഷ്മിക്ക് കൊടുക്കാനാ. അവൾക്കാണെങ്കിൽ നിന്നോടും ശ്രീലക്ഷ്മിയുടെ ശത്രുതയുണ്ട്, അതുകൊണ്ട് അവൾ ഉണ്ണിയപ്പത്തിൽ എന്തെങ്കിലും കലർത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. എൻ്റെ അമ്മ എന്തൊക്കെയായി പറയുന്നത്? എടാ ഹരീഷ, ഞാൻ പറയുന്ന സത്യവാ. അവൾ അതും അതിനപ്പുറവും ചെയ്യും. നിന്റെ കുഞ്ഞിനെ രക്ഷിക്കേണ്ട നിന്റെ കടമയാണ്, അല്ലെങ്കിൽ അവൾ ആ കുഞ്ഞിനെ കൊല്ലും. ഹരീഷ് ദേഷ്യത്തോടെ അമ്മ ഫോൺ വെച്ചേ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവാണ്. ഈ സമയം പത്മാവതി ഒരു ഡോക്ടറെ വീട്ടിലേക്ക് വരികയാണ്. പത്മാവതിയുടെ ഇരിക്കി എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. പത്മാവതി ചോദിക്കുന്നു, എന്താ ഡോക്ടറെ ഇത്ര അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? അപ്പോൾ പത്മാവതിയുടെ ഡോക്ടർ പറയുന്നുണ്ട്, ഇന്നലെ രാത്രി കുറച്ച് ചെറുപ്പക്കാർ ഒരാളെ ഈ ആശുപത്രിയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അയാൾ വല്ലാതെ ക്ഷീണിതനാണ്. അത് മാത്രമല്ല, അയാളുടെ കാലിൽ ആരോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അയാൾക്ക് ബോധവും വന്നിട്ടില്ല. അപ്പോൾ പത്മാവതി ചോദിക്കുന്നു, അല്ല ഡോക്ടർ അതിന് എന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചത്? അത് എനിക്കൊരു സംശയം തീർക്കാൻ വേണ്ടിയാണ്. ഈ കാലിൽ വെടികൊണ്ട് കിടക്കുന്ന ഇയാൾ പണ്ട് പ്രതാപൻ്റെ കൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇയാൾ ആരാണെന്നൊന്നും എനിക്കറിയില്ല. മിനിസ്റ്ററെ വിളിക്കാൻ ഇപ്പോൾ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് പത്മ അയാളെ ഒന്ന് കണ്ടു നോക്ക്. അയാളെ എന്തെങ്കിലും ഒരു പരിചയം ഉണ്ടെങ്കിൽ അയാളുടെ ബന്ധുക്കളെ വിളിച്ചറിയിക്കാമല്ലോ. അങ്ങനെ പത്മാവതിയും കൊണ്ട് ബോധമില്ലാതെ കിടക്കുന്ന ജഗന്നാഥൻ്റെ അടുത്തോട്ട് ഡോക്ടർ വരികയാണ്. പത്മാവതി ജഗന്നാഥനെ കണ്ടതും ആകെ അങ്ങ് ഞെട്ടിപ്പോയി. അപ്പോൾ ഫ്രണ്ട്സ്, പത്മാവതി ജഗന്നാഥനെ കണ്ടതും ജഗന്നാഥന് ബോധം തെളിയുമ്പോൾ പത്മാവതിയെ കണ്ട് ഇതുവരെ ഉണ്ടായ കാര്യങ്ങളൊക്കെ അങ്ങനെ ജഗന്നാഥനും പത്മിനിയും പരസ്പരം സംസാരിക്കും. ഇനിയാണ് പ്രതാപൻ്റെ മുന്നിൽ ഇവരെത്തി അംബിക നടത്തിയ ക്രൂരതകളൊക്കെ പറയാൻ പോകുന്നത്. അംബികയും മകൻ്റെയും ഗതി ഇനി എന്താകും? അവരിനി ജയിലറിൽ തന്നെ ആയിരിക്കുമോ എന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.